ഹായ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാസിനെ കുറിച്ചും ഹാവിനെ കുറിച്ചുമാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഹാസിനെ കുറിച്ചും ഹാവിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി പലർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു സംശയമാണ്, ഐ ഹാവ് ടു ബ്രദേഴ്സ് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ്, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പലരും വിചാരിക്കും. ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ശരി? ഇങ്ങനെ രണ്ട് വിധത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഐ ഹാവ് ടു ബ്രദേഴ്സ്, ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ്, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പലരും വിചാരിക്കും. യഥാർത്ഥത്തിൽ ഇത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ എന്തിനാണ് ഐ ഹാവ് ഗോട്ട് ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയണതെന്ന് വിചാരിക്കും. ശരിക്കും രണ്ടിനും ഒരേ അർത്ഥമാണ്. ഐ ഹാവ് ടു ബ്രദേഴ്സ് എന്നത് ഒരു ഫോർമലായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഐ ഹാവ് ടു ബ്രദേഴ്സ് എന്നാണ്. അതാണ് ശരിക്കും ഫോർമൽ. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇൻഫോർമലായി നമ്മൾ സാധാരണ നമ്മൾ രണ്ടാളോട് സ്പോക്കൺ ഇംഗ്ലീഷിലാണ് സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ് എന്നത്. അപ്പോൾ കോമൺ ആയി അല്ലെങ്കിൽ ഇൻഫോർമലായി നമ്മൾ മോർ ഇൻഫോർമൽ അല്ലെങ്കിൽ മോർ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, മോർ കാഷ്വൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗോട്ട് എന്ന് കൂടി ചേർത്ത് ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും പറയാവുന്നതാണ്. ഐ ഹാവ് ഗോട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ടുള്ളതാണ് എന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം, കോൺട്രാക്ഷൻസ് തന്നെ ഹാവിനെ ചുരുക്കി നമ്മളൊരു അപ്പോസ്ട്രോഫി VE എന്നാണ് ചേർക്കാറുള്ളത്. ചില വാക്കുകൾ നമ്മൾ നാച്ചുറലായി യൂസ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹാവ് എന്ന് എഴുതുന്നതിന് പകരം അതിനെ ചുരുക്കി അപ്പോസ്ട്രോഫി VE എന്ന് എഴുതും. അവിടെ ഹാവ് എന്നാണ് നമ്മൾ വായിക്കുക. അപ്പോൾ ഐ ഹാവ് എന്ന് മുഴുവനായി എഴുതുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് ഐ ഹാവ് എന്ന് എഴുതുന്നത്. ഐ അപ്പോസ്ട്രോഫി VE എന്നാണ് എഴുതാറുള്ളത്. അപ്പോൾ കോൺട്രാക്ഷൻസ് ഉപയോഗിക്കുന്നത് കമ്പൽസറി ഒന്നുമല്ല, നിർബന്ധമായി അങ്ങനെ ചെയ്യണമെന്നൊന്നും. നമ്മൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഭംഗിയായി തോന്നിക്കും. ഐ ഹാവ് ടു ബ്രദേഴ്സ് എന്നുള്ളതിന് പകരം നമ്മൾ ഇങ്ങനെ ഐ ഹാവ് ടു ബ്രദേഴ്സ് എന്ന് ലോപിച്ച് എഴുതിയാൽ മതിയാകും. ഐ ഹാവ് എ പെൻ എന്നതിന് പകരം ഐ ഹാവ് ഗോട്ട് എ പെൻ എന്നുകൂടി നാച്ചുറലായി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. അതായത് ഹാവിന് പകരം നമുക്ക് ചുരുക്കി കോൺട്രാക്ഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതാം. മറ്റൊന്ന് നമുക്ക് ഗോട്ട് എന്ന വാക്ക് ചേർത്ത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് വേണമെങ്കിലും പറയാം, അങ്ങനെയും പറയാം. അതേപോലെ തന്നെ ഹി ഹാസ് എ കാർ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹി ഹാസ് ഗോട്ട് എ കാർ എന്ന് പറയാം. ഐ ഹാവ് ഗോട്ട്, ഹി ഹാസ് ഗോട്ട് എന്നല്ല, നാച്ചുറൽ വേ ഓഫ് എക്സ്പ്രഷൻ ആണ്. അതെങ്കിൽ സാധാരണ അതിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാഷ്വൽ വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയാം. അങ്ങനെ ആണ് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് അത് ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം, ഐ ഹാവ് കോൾഡ് എന്ന് പറയാമോ എന്ന് ചിലർ ഐ ഹാവ് കോൾഡ് എന്ന് പറയാമോ, എനിക്ക് പനിയുണ്ട് എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇത് തെറ്റായ പ്രയോഗമാണ്. നമുക്ക് ഇവിടെ തീർച്ചയായും നമ്മൾ എ കൂടി ആഡ് ചെയ്യണം. ഐ ഹാവ് എ കോൾഡ് എന്ന് തന്നെ പറയണം. ഏത് അസുഖത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാമെങ്കിലും അതിൻ്റെ മുമ്പിൽ ഒരു എ ചേർക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഐ ഹാവ് എ സ്റ്റൊമക് പെയിൻ അല്ലെങ്കിൽ ഐ ഹാവ് സ്റ്റൊമക് ഏക്ക്, ഐ ഹാവ് ഫീവർ എന്നൊക്കെ പോലെ തന്നെ അവിടെ നമ്മൾ പറയേണ്ടത് ഐ ഹാവ് എ ഫീവർ, ഐ ഹാവ് എ സ്റ്റൊമക് ഏക്ക് എന്നാണ് പറയേണ്ടത്. അതേപോലെ ഇനി മറ്റൊന്ന് നമുക്ക് പറയാവുന്നത് ഐ കാൺ കം ടുഡേ, ഐ ഹാവ് എ കോൾഡ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോട്ട് ചേർത്ത് നമുക്ക് പറയാം ഐ ഹാവ് ഗോട്ട് എ കോൾഡ്, ഹി ഹാസ് ഗോട്ട് എ ഫീവർ. അങ്ങനെയും വേണേൽ നമുക്ക് ഗോട്ട് ചേർത്തും ഇതുപോലെ പറയാം. അതും ശരിയാണ്. നോർമൽ വേയിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അതിൽ ഇത്രയും നമുക്ക് ഓർക്കാനുള്ളൂ. ഹാവ് ആണെങ്കിലും ഹാസ് ആണെങ്കിലും ഗോട്ട് ചേർക്കാം. അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ എ ചേർക്കണം. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് നീങ്ങാം. അതായത് അടുത്ത ടോപ്പിക്ക് നമുക്ക് സിബ്ലിങ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സിബ്ലിങ്സ് എന്നാൽ എന്താണ്. സിബ്ലിങ്സ് എന്നാൽ നമ്മൾ കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ എന്നാണ്.
അപ്പോൾ നമുക്ക് ഉത്തരം യെസ് ഐ ഹാവ് 3 siblings എന്ന് നമുക്ക് പറയാം. ഓർ ഐ ഹാവ് 2 siblings എന്ന് നമുക്ക് പറയാം. നമുക്ക് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, നമുക്ക് എത്ര സിബ്ലിങ്സ് ആണുള്ളത് വെച്ചാൽ അതുപോലെ നമുക്ക് എത്ര സഹോദരങ്ങളുണ്ട് അതുപോലെ പറയാം. ജോയ് ഹാസ് 3 siblings. ജോയ്ക്ക് 3 സഹോദരങ്ങളുണ്ട്. ഇവിടെ ജോയ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിബ്ലിങ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉത്തരം പറയാം. നമുക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര സഹോദരങ്ങളുണ്ട് എന്നത് നമുക്ക് ഐ ഹാവ് ചേർത്തിട്ട് നമുക്ക് എത്രയാണ് എന്ന് പറയാം. പിന്നെ വേറെ എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന മറ്റൊരു നമ്മുടെ റിലേറ്റീവ്സിനെ ആണ് നീസ്, നെഫ്യൂ, കസിൻ എന്നത്. അപ്പൊ കസിൻ, നീസ്, നെഫ്യൂ ഇതെന്താണെന്ന് പല ആളുകളും വിചാരിക്കാറുണ്ട് ഈ വാക്കുകൾ. അപ്പൊ കസിൻ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സിബ്ലിങ്സ്, അതായത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെ മക്കളെയാണ് നമ്മൾ കസിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മക്കളെയാണ് നമ്മൾ കസിൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലര് കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കസിൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കസിൻ അങ്ങനെ ഒരു പ്രയോഗമില്ല. കസിൻ ബ്രദർ എന്നോ കസിൻ സിസ്റ്റർ എന്നോ ഇല്ല. ഇനി പിന്നെ എന്താണ് നീസ്, എന്താണ് നെഫ്യൂ? കുറച്ച് പേർക്കൊക്കെ ഇത് എന്താണെന്ന് അറിയുമായിരിക്കും. നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെയാണ് നമ്മൾ നീസ് അല്ലെങ്കിൽ നെഫ്യൂ, അതായത് നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെ നമുക്ക് എന്ത് പറയാം? നീസ് എന്ന് അല്ലെങ്കിൽ നെഫ്യൂ എന്ന് പറയുക. അത് ആൺകുട്ടികളാണെങ്കിൽ നെഫ്യൂ എന്നും പെൺകുട്ടികളാണെങ്കിൽ നീസ് എന്നുമാണ് പറയുക. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ നമ്മുടെ അനിയത്തിയുടെയൊക്കെ മക്കളെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇവരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഹീസ് മൈ നെഫ്യൂ, അവൻ എൻ്റെ നെഫ്യൂ ആണെന്ന് പറയാം. ഷീസ് മൈ നീസ്, അവൾ എൻ്റെ നീസാണ് എന്ന് നമുക്ക് പറയാം. ഷീസ് മൈ എൽഡർ ബ്രദേഴ്സ് ഡോട്ടർ എന്നൊന്നും പറയേണ്ടതില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഷീസ് മൈ നീസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നീട്ടി പറയേണ്ടി വരും, സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ്, ഹാസിൻ്റെ ഉപയോഗം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ സിബ്ലിങ്സിനെ കുറിച്ച് പറഞ്ഞു, നെഫ്യൂ, നീസ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ കസിൻ ആരാണ് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക, അതൊന്ന് ക്ലിയർ ആക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ സ്വയം എഴുതി നോക്കുക. എല്ലാവർക്കും ഈ ക്ലാസ് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.